ഹായ് ഹലോ, ഇന്ന് നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും ചോറിനും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുകിട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, പിന്നെ ചേർക്കുന്നുള്ളൂ. സവാള വഴറ്റാൻ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് വന്നപ്പോൾ 2 തക്കാളിപ്പഴം ചെറുതായിട്ട് നുറുക്കിയതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് വാടി കിട്ടും കേട്ടോ. ഞാൻ അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പം തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയ ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളിപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. 1 സ്പൂണ് മുളക് പൊടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു പാകത്തിന് ആയിട്ടുണ്ട്. അതൊന്ന് തണുത്ത ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിനൊക്കെ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി ഇട്ട് കുഴച്ചെടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കും അപ്പത്തിനും ഇഡലിക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ഫോട്ടോ വരാം കേട്ടോ. ബൈ.